ിൽ കാണാതായ ആളുകൾക്ക് വേണ്ടി ചാലിയാറിലും നല്ല വ്യാപകമായി തെരച്ചിലിപ്പോൾ നടക്കുകയാണ്. പരപ്പൻപാറ മുതൽ വാഴക്കാട് വരെ പുഴ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ തെരച്ചിൽ നടക്കുന്നത്. പോലീസ്, ചാലിയാർ പുഴയുടെ തീരഭാഗങ്ങളിലെ ജനപ്രതിനിധികൾ ഇങ്ങനെയൊക്കെയുള്ള ആളുകളെല്ലാം തെരച്ചിലിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഈ സമീർ ബിൻ കരീം നമുക്കൊപ്പം വിശദാംശങ്ങളുമായി ചേരുന്നു. നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലാണ് ഇപ്പോൾ സമീർ ബിൻ കരീം ഉള്ളത്. സമീർ, അവിടെ നിന്ന് എന്തൊക്കെ വിവരങ്ങളാണ് അപ്ഡേറ്റ് ചെയ്യാനുള്ളത്? ഇന്നത്തെ തിരച്ചിൽ നിലവിൽ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് ഒരു മൃതദേഹമോ അല്ലെങ്കിൽ ശരീരഭാഗമോ ഇതുവരെ എത്തിയിട്ടില്ല എന്നുള്ളതാണ് പറയേണ്ടിയിരിക്കുന്ന ഒരു കാര്യം. കഴിഞ്ഞ കുറേയധികം ദിവസങ്ങളായി ഒരു രാവിലെ മുതൽ തന്നെ ആംബുലൻസുകൾ നിരനിരയായി വരുന്നൊരു കാഴ്ചയായിരുന്നു നമുക്ക് ഇവിടെ നിന്നും കാണാൻ സാധിക്കുന്നത്. ഭയങ്കര ആർക്കും ഉൾക്കൊള്ളാൻ കഴിയാത്ത അത്രയും വളരെ വിഷമത്തോടു കൂടി മാത്രം നോക്കി കാണാവുന്ന ദൃശ്യങ്ങൾ. അതിൽ സന്നദ്ധ പ്രവർത്തകരെല്ലാം തന്നെ ആംബുലൻസ് വരുന്ന ഘട്ടത്തിൽ ഓടിക്കൂടി ഈ ശരീരങ്ങളെല്ലാം തന്നെ വളരെ വേഗത്തിൽ ഇറക്കുന്ന ഒരു കാഴ്ച. എന്നാൽ ഇന്ന് ഈ ഭാഗങ്ങളിലൊക്കെ തന്നെ തിരച്ചിൽ നടക്കുന്നുണ്ടെങ്കിലും ഇതുവരെ ഒരു ശരീരഭാഗവും കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ഔദ്യോഗികമായി ലഭിക്കുന്ന വിവരം എന്നുള്ളത്. നിലവിൽ വനം വകുപ്പ് ഒപ്പം തന്നെ തണ്ടർബോൾട്ട് ഉൾപ്പെടെയുള്ള സേനകൾ ചാലിയാർ പുഴയ്ക്ക് ഇരുട്ടുകുത്തിക്കപ്പുറയുള്ള കുമ്പളപ്പാറ എന്ന് പറയുന്ന പ്രദേശത്ത് തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ ചില ആദിവാസി കുടുംബങ്ങൾ ഈ ഭാഗത്ത് ചില ശരീരങ്ങൾ കണ്ടെത്തി എന്നുള്ള വിവരം അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ഈ ഭാഗങ്ങളിൽ വ്യാപകമായ തിരച്ചിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് ഇവിടെ നിന്ന് ശരീരങ്ങൾ കണ്ടെത്തിയാൽ തന്നെ 1 മണിക്കൂറോളം ഈ ശരീരം ചുമന്ന് വാഹനം എത്തുന്ന ഭാഗത്തേക്ക് എത്തിക്കണം. തുടർന്ന് അതിനുശേഷം മൃതദേഹങ്ങൾ ചാലിയാർ പുഴ മുറിച്ച് കടത്തി നിലമ്പൂർ ആശുപത്രിയിലേക്ക് എത്തുമ്പോഴേക്കും ഏതാണ്ട് 3 മണിക്കൂറോളം സമയമെടുക്കുമെന്നുള്ളതാണ് എടുത്തു പറയേണ്ടിയിരിക്കുന്ന ഒരു കാര്യം. നിലവിൽ ചാലിയാർ പുഴയിൽ നിന്നും 235 ശരീരങ്ങളാണ് ഇതുവരെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിച്ചത് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. അതിൽ 76 ശരീരഭാഗങ്ങളും 159 ശരീരഭാഗങ്ങളാണ്. മറ്റുള്ളവയെല്ലാം തന്നെ പൂർണ്ണമായിട്ടുള്ള മൃതദേഹങ്ങളാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടിയിരിക്കുന്ന ഒരു കാര്യം. നിലവിൽ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ഉള്ളത് 2 ശരീരഭാഗങ്ങൾ മാത്രമാണ് എന്നുള്ളതാണ്. ബാക്കിയെല്ലാം തന്നെ പോസ്റ്റ്മോർട്ടം നടപടികളെല്ലാം തന്നെ പൂർത്തിയാക്കി വയനാട്ടിലേക്ക് അയച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് ഒപ്പം തന്നെ നിലമ്പൂർ ജില്ലാ ആശുപത്രി അധികൃതരും വ്യക്തമാക്കുന്നത്. നിലവിൽ ഇവിടെയുള്ള 2 ശരീരഭാഗങ്ങൾ ഒരു അഴുകിയ നിലയിലാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. നടപടിക്രമങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കി അവ നിലമ്പൂരിൽ തന്നെ സംസ്കരിക്കാനുള്ള നടപടികളാണ് നിലവിൽ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിലമ്പൂർ നഗരസഭയുടെ ശ്മശാനത്തിന് സമീപമുള്ള ഒരു ഭാഗം നിലവിൽ ഇവിടെ ഈ സംസ്കാരത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഏതായാലും നിലവിൽ ചാലിയാർ പുഴയിലെല്ലാം തന്നെ തിരച്ചിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. പരപ്പൻപാറ മുതൽ വാഴക്കാട് വരെയാണ് നിലവിൽ ചാലിയാർ പുഴ മലപ്പുറം ജില്ലയിലൂടെ ഒഴുകുന്നത് എന്നുള്ളതാണ്. ഏതാണ്ട് 70 കിലോമീറ്ററോളം ദൂരമാണ് ജില്ലയിലൂടെ ഒഴുകുന്നത്. അതുകൊണ്ട് തന്നെ ചാലിയാർ പുഴയുടെ ഈ 70 കിലോമീറ്റർ ദൂരവും വിവിധ സംഘങ്ങളായി തിരിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള തിരച്ചിലാണ് ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. ഉൾവനത്തിൽ തണ്ടർബോൾട്ട് ഉൾപ്പെടെയുള്ള സേനകളാണെങ്കിൽ ചാലിയാർ പുഴയിലൂടെ തിരച്ചിൽ നടത്തുന്നത് നിലവിൽ ഫയർഫോഴ്സ്, അതോടൊപ്പം തന്നെ സിവിൽ ഡിഫൻസിന്റെ വളണ്ടിയർമാർ, മറ്റു സന്നദ്ധ പ്രവർത്തകർ, അതോടൊപ്പം തന്നെ ചാലിയാർ പുഴ കടന്നു പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾ. ഇവർ ഈ സംഘങ്ങളാണ് നിലവിൽ വിവിധ ഘടകങ്ങളിലായി ഒരു ഭാഗത്ത് പുഴയിൽ ഇറങ്ങി മറുഭാഗത്തേക്ക് നടന്നുകൊണ്ട് തിരച്ചിൽ നടത്തുന്നത് എന്നുള്ളതാണ്. ഫയർഫോഴ്സ് ആണെങ്കിൽ ഫയർഫോഴ്സിന്റെ ഡിങ്കി ബോട്ടുകളിലാണ് നിലവിൽ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിവിപുലമായ തിരച്ചിൽ തന്നെയാണ് ഇന്നും ഈ ഭാഗത്ത് പുരോഗമിക്കുന്നത് എന്നുള്ള മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ മന്ത്രിമാരും ഒപ്പം തന്നെ ജില്ലാ ഭരണകൂടവും വ്യക്തമാക്കിയിട്ടുള്ളത് അവസാനത്തെ മൃതശരീരം കണ്ടെത്തുന്നത് വരെ ഈ തിരച്ചിൽ തുടരും എന്നുള്ളതാണ്. ആരെയും നിരാശപ്പെടുത്തില്ല. പകരം എവിടെയൊക്കെയോ ആരൊക്കെയോ ശരീരങ്ങൾ ഉണ്ടെന്ന് ചൂണ്ടിക്കാണിക്കുന്ന പ്രദേശവാസികളാണോ ആര് ചൂണ്ടിക്കാണിച്ചാലും അവിടങ്ങളിലൊക്കെ തന്നെ അതിവിപുലമായ തിരച്ചിൽ നടത്തുമെന്നുള്ളതാണ് ജില്ലാ ഭരണകൂടവും മന്ത്രിയും എല്ലാം തന്നെ ഇതുവരെ വ്യക്തമാക്കിയിട്ടുള്ളത്. അതുപോലെയുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് ഇപ്പോഴും പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വനം കേന്ദ്രീകരിച്ച് ഒരു മാസ് തിരച്ചിൽ നടന്നിരുന്നു. എന്നാൽ നിലവിൽ ഒരു മാസ് തിരച്ചിൽ നിലവിൽ നടക്കുന്നില്ല. പകരം ശരീരഭാഗങ്ങൾ കണ്ടെത്തുന്നു അല്ലെങ്കിൽ അത്തരം സംശയങ്ങൾ ആരെങ്കിലും പറയുകയോ വിളിച്ചു പറയുകയോ ചൂണ്ടിക്കാണിക്കുകയോ ചെയ്യുന്ന ഘട്ടത്തിലാണ് വനത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ടുള്ള ഒരു വിപുലമായ തിരച്ചിൽ നടക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, താങ്ക് യു. നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ നിന്ന് സമീർ ബിൻ കരീമാണ് നമുക്കൊപ്പം ചേർന്നത്.